നമസ്കാരം. KCN വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. കാറടുക്ക കർമ്മന്തോടിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതന് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് കർമ്മന്തോടിയിലെ ഹമീദിന്. കാലിനും മുഖത്തും മുറിവേറ്റ് ഹമീദ് ആസ്പത്രിയിൽ. സമരത്തിന് സേവനത്തിന്റെ മുഖം നൽകി COA. സമരത്തിന്റെ 3-ാം ദിനം സെക്രട്ടേറിയറ്റ് മുറ്റം അടിച്ചു വൃത്തിയാക്കി പ്രതിഷേധം. തൊഴിൽ സംരക്ഷണത്തിന്റെയും അവകാശ പോരാട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുമായി മെയ് ദിനം. തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നടന്ന റാലികളിലും പൊതുയോഗങ്ങളിലും ആയിരങ്ങൾ പങ്കെടുത്തു. പൊട്ടിപ്പൊളിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് റോഡ്. അധികൃതരുടെ വാഗ്ദാനം പാഴ്വാക്കായി. ശനിയാഴ്ച മുതൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. ആർക്കും വേണ്ടാതെ വെള്ളരി. ഉപജീവനത്തിനായി ചെയ്ത വെള്ളരി കൃഷി വേദനയാകുന്നു. കർഷകരുടെ കണ്ണുനീരിൽ കുതിർന്ന് പാടിയിലെ വെള്ളരിപ്പാടങ്ങൾ. KCN സ്പെഷ്യൽ. വിശദമായ വാർത്തകളിലേക്ക്. എൻഡോസൾഫാൻ ദുരിതബാധിതനു നേരെ ക്രൂരമർദ്ദനം. കർമ്മന്തോടിയിലാണ് മനുഷ്യത്വരഹിതമായ പ്രവൃത്തി അരങ്ങേറിയത്. കർമ്മന്തോടിയിലെ അബ്ദുൾ ഹമീദ് എന്ന 18-കാരന് നേരെയാണ് ഒരാൾ ആക്രമണം അഴിച്ചുവിട്ടത്. ജന്മനാ രോഗിയായ അബ്ദുൾ ഹമീദ് നേരം പോക്കിന് വേണ്ടി കർമ്മന്തോടി ടൗണിൽ പോയി ഇരിക്കാറുണ്ട്. കഴിഞ്ഞ ദിവസവും പതിവ് പോലെ അവിടെ ചെന്നിരുന്നപ്പോഴാണ് ശശിധരൻ എന്ന വ്യക്തി അകാരണമായി ആക്രമണം അഴിച്ചുവിട്ടത്. നടക്കാൻ പോലും പ്രയാസപ്പെടുന്ന ഹമീദിന്റെ കാലും കൈയും തല്ലിച്ചതച്ചു. അരിശം തീരാതെ വലിച്ചു കൊണ്ടുപോയി കിണറിൽ തള്ളുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. ആദ്യം മുള്ളേരിയിലെ ആസ്പത്രിയിൽ പ്രവേശിപ്പിച്ച ഹമീദിനെ പിന്നീട് കാസർഗോഡ് ജനറൽ ആസ്പത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. പിതാവ് മുഹമ്മദ് സംബന്ധമായ ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമത്തിലാണ്. സാമ്പത്തികമായി ഏറെ പ്രയാസമനുഭവിക്കുന്ന ഹമീദിന്റെ കുടുംബത്തിന് ഇത് പുതിയ തിരിച്ചടിയായി. ഉമ്മ ജമീലയാണ് ഇപ്പോൾ ഹമീദിന് ആസ്പത്രിയിൽ കൂട്ടിരിക്കുന്നത്. മകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ആക്രമിച്ചതെന്ന് ഉമ്മ പറഞ്ഞു. ഇത് ഹോട്ടലിൽ ചായ കുടിച്ചിട്ട് പുറത്തുമ്പോൾ അവൻ ഇങ്ങോട്ട് പാടാന്ന് പറഞ്ഞിട്ട് അവിടെ ഇരുന്നിട്ട് ഇതാക്കുമ്പോൾ ബൈല് പിടിച്ച് കൊണ്ടുപോയിട്ട് സുഖമില്ലാത്ത കുഞ്ഞിനെ ഇങ്ങനെ ചെയ്യത്. എൻഡോസൾഫാൻ ബാധിച്ച കുഞ്ഞിക്ക് എന്നിട്ട് കുപ്പിയിലടിച്ചിട്ട് കാലും കൈയും ഫുള്ളടിച്ചിട്ട് തലക്കടിച്ചിട്ട് കനത്തില് പിടിച്ചിടാൻ നോക്കുമ്പോൾ അവനായിരുന്നു പാഞ്ഞ് രക്ഷപ്പെട്ടത്. സംഭവവുമായി ബന്ധപ്പെട്ട് കർമ്മന്തോടിയിലെ ശശിധരയ്ക്കെതിരെ ആദൂർ പോലീസ് കേസെടുത്തു. സമരത്തിന് സേവനത്തിന്റെ മുഖം പകർന്നു COA. അടിച്ചു തകർക്കുന്ന സമരത്തിനു പകരം സെക്രട്ടേറിയറ്റ് മുറ്റം വൃത്തിയാക്കിയാണ് പ്രതിഷേധത്തിന് വ്യത്യസ്തത പകർന്നത്. കേബിൾ TVക്ക് അനുവദിച്ച വൈദ്യുതി പോസ്റ്റുകളുടെ നിരക്ക് വർധനയിൽ പ്രതിഷേധിച്ചാണ് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല സമരം നടത്തുന്നത്. 3-ാം ദിവസത്തെ സമരം ഏറെ വ്യത്യസ്തമായിരുന്നു. KCBയുടെ നിലപാടിനെതിരെയുള്ള സമരം പുതിയ മാതൃകയാണ് പകർന്നത്. മുദ്രാവാക്യം വിളിച്ച് കണ്ണിൽ കണ്ടതെല്ലാം തച്ചു തകർക്കുന്നതിന് പകരം സെക്രട്ടേറിയറ്റ് പടിക്കൽ അടിച്ചു വൃത്തിയാക്കിയാണ് അവർ എത്തിയത്. അടുത്ത ദിവസം ശയനപ്രദക്ഷിണം അടക്കമുള്ള പരിപാടികൾ നടത്തും. അതിനിടെ സമരപന്തലിലേക്ക് ജനപ്രതിനിധികളും നേതാക്കളും എത്തിക്കൊണ്ടിരിക്കുന്നു. സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ഡോക്ടർ MK മുനീർ, K കുഞ്ഞിരാമൻ MLA എന്നിവർ അഭിവാദ്യമർപ്പിക്കാനെത്തി. കേബിൾ TV ഓപ്പറേറ്റർമാരുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ആവുന്നതെല്ലാം ചെയ്യുമെന്ന് മന്ത്രി ഡോക്ടർ MK മുനീർ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അടുത്തും അതേപോലെ വൈദ്യുതി മന്ത്രിയുടെ മുന്നിലും ഇത് അവതരിപ്പിച്ച ശേഷം നമുക്ക് അനുഭാവപൂർവ്വമുള്ളൊരു തീരുമാനം എത്തിക്കുന്നതിന് വേണ്ടി എൻ്റെ പിന്തുണ ഉണ്ടാകുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കേബിൾ TV ഓപ്പറേറ്റർമാരോട് KCB കാണിക്കുന്നത് അനീതിയാണെന്നും ഈ തീരുമാനം തിരുത്തണമെന്നും K കുഞ്ഞിരാമൻ MLA പറഞ്ഞു. ഗവൺമെന്റ് ഒരു ബാധ്യതയില്ലാതെ ഒരു നഷ്ടപ്പോലും നയാ പൈസ പോലും നഷ്ടം സംഭവിക്കാതെ കൊണ്ടുപോകുന്ന ഈ സ്ഥാപനത്തെ അല്ലെങ്കിൽ സംരംഭത്തെ ഇല്ലാതാക്കുന്ന ഗവൺമെന്റ് നടപടിയുടെ യാതൊരു ശരിയല്ല എന്നാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ആവശ്യം. ഈ ആവശ്യം നമ്മുടെ കേരളത്തിലെ എല്ലാ ഭൂരിപക്ഷപ്പെട്ട ആളുകൾ അംഗീകരിക്കുമെന്നാണ് തോന്നുന്നത്. സമരം കൂടുതൽ ശക്തമാക്കാനാണ് COയുടെ തീരുമാനം. അവകാശ സംരക്ഷണത്തിന്റെയും തൊഴിലാളി കരുത്തിന്റെയും ഓർമ്മപ്പെടുത്തലുമായി വീണ്ടും ഒരു മെയ് ദിനം കൂടി കടന്നുപോയി. തൊഴിലാളി ദിനത്തിൽ ജില്ലയിൽ റാലികളും പൊതുയോഗങ്ങളും നടന്നു. വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. തൊഴിൽ സംരക്ഷണത്തിന്റെയും അവകാശ പോരാട്ടങ്ങളുടെയും ജ്വലിക്കുന്ന ഓർമ്മകളുമായാണ് വീണ്ടും ഒരു മെയ് ദിനം കൂടി കടന്നുവന്നത്. വിവിധ തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ ജില്ലയിൽ വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. തൊഴിലാളി സംഘടനകളുടെ നേതൃത്വത്തിൽ കാസർഗോഡ് നടന്ന മെയ് ദിന റാലിയിൽ 100 കണക്കിന് പേർ പങ്കെടുത്തു. കാസർഗോഡ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നായിരുന്നു റാലി ആരംഭിച്ചത്. സർവ്വരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്ന മുദ്രാവാക്യം റാലിയിലുടനീളം മുഴങ്ങിക്കേട്ടു.
കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒപ്പുമര ചോട്ടിലാണ് റാലി സമാപിച്ചത്. തുടർന്ന് നടന്ന പൊതുയോഗം CITU സംസ്ഥാന സെക്രട്ടറി P. രാഘവൻ ഉദ്ഘാടനം ചെയ്തു. അവകാശ സംരക്ഷണത്തിന് വേണ്ടി എല്ലാ തൊഴിലാളികളും ഒറ്റക്കെട്ടായി പോരാടണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഈ മാസം 1-ാം തീയതി തൊഴിലാളികളും അവരുടെ അവകാശ പ്രഖ്യാപന ദിനമായിട്ട് ആഘോഷപൂർവ്വം ഈ ദിനം കൊണ്ടാടുകയാണ്. 1986 നിങ്ങളെല്ലാം ഓർക്കുന്നതുപോലെ ചിക്കാഗോ പെരുവേദികളിൽ ലോകത്തിലെ മുഴുവൻ തന്നെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികൾ തെരുവീതികളിൽ പ്രകടനം നടത്തും. ആ പ്രകടനത്തെയാണ് അമേരിക്കൻ ഗവൺമെന്റ് പോലീസിനെയും ഗുണ്ടുകളെയും മുതലാളിമാരുടെ മാണവലിച്ചു, നിരവധി പേർക്ക് പരിക്കേറ്റു. ആ ദിവസത്തെ തുടർന്ന് തൊഴിലാളികളുടെ നേതാക്കന്മാർക്കെതിരായി അമേരിക്കൻ ഗവൺമെന്റ് ഗൂഢാലോചന കേസ് ഫയൽ ചെയ്യുകയാണ്. STU ജില്ലാ പ്രസിഡന്റ് KB മുഹമ്മദ് അഷ്റഫ് അധ്യക്ഷനായിരുന്നു. വിവിധ തൊഴിലാളി സംഘടനാ പ്രതിനിധികളായ ഗിരികൃഷ്ണൻ, KV കൃഷ്ണൻ, A. അബ്ദുറഹിമാൻ, CMA ജലീൽ, PV രാജേന്ദ്രൻ, ഷംസുദ്ദീൻ ഹാജി, സുബൈർ പടുപ്പ്, KV ലക്ഷ്മണൻ, K. ഭാസ്കരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ട്രേഡ് യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കാഞ്ഞങ്ങാട്ട് മെയ് ദിന റാലി നടത്തി. പൊതുയോഗങ്ങളും അരങ്ങേറി. തൊഴിലാളി ദിനം ജില്ലയിലെങ്ങും വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആചരിച്ചത്. കാഞ്ഞങ്ങാട് വിവിധ ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ മെയ് ദിനം ആചരിച്ചു. CITU, INTUC, STU, AKTA ഉൾപ്പെടെയുള്ള യൂണിയനുകൾ മെയ് ദിന റാലിയിൽ അണിനിരന്നു. തുടർന്ന് നടന്ന പൊതുസമ്മേളനം E. ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ലോകവ്യാപകമായി തൊഴിലാളി വർഗം അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങൾ, പോരാട്ടങ്ങൾ വിവിധ രൂപത്തിൽ നടത്തിക്കൊണ്ട് മുതലാളി വർഗത്തിന്റെ കടന്നാക്രമണങ്ങളെ, കോർപ്പറേറ്റുകളുടെ കടന്നാക്രമണങ്ങളെ ചെറുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. A. ദാമോദരൻ അധ്യക്ഷനായി. VV പ്രസന്നകുമാരി, ലക്ഷ്മണൻ, അബ്ദുൾ റഹ്മാൻ മേസ്ത്രി, കുഞ്ഞമ്പു തുടങ്ങിയവർ സംസാരിച്ചു. DV അമ്പാടി സ്വാഗതം പറഞ്ഞു. തൊഴിലാളി ദിനത്തിലും സമരരംഗത്ത് സജീവമായ INTUC. മണൽക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട്ട് നടക്കുന്ന റിലേ സത്യാഗ്രഹ സമരം 5 ദിവസം പിന്നിട്ടു. മെയ് ദിനാചരണം സമരപ്പന്തലിലാണ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ INTUC പ്രവർത്തകർ ആചരിച്ചത്. കടവുകളിലെ മണൽവാരൽ നിരോധനം പിൻവലിക്കുക, മണൽക്ഷാമം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തിയാണ് നിർമ്മാണ തൊഴിലാളി ഫെഡറേഷൻ റിലേ സത്യാഗ്രഹം സംഘടിപ്പിക്കുന്നത്. മാന്തോപ്പ് മൈതാനിയിലെ സമരപ്പന്തലിൽ നടന്ന മെയ് ദിനാചരണം DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് CK ശ്രീധരൻ ഉദ്ഘാടനം ചെയ്തു. കാര്യത്തിനു വേണ്ടിയുള്ള ഒരു ശക്തമായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് ആരംഭിച്ച INTUCയുടെ നേതൃത്വത്തിലുള്ള ഈ റിലേ സത്യാഗ്രഹ സമരം ഇന്ന് ലോക തൊഴിലാളി ദിനത്തിൽ അതിന്റെ 5ാം ദിനത്തിലേക്ക് കടക്കുകയാണ്. PG ദേവ് അധ്യക്ഷനായി. KR കണ്ണൻ, അബ്ദുൾ റസാഖ്, KV ദാമോദരൻ, CO സജി, P ബാലകൃഷ്ണൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ KV രാഘവൻ സ്വാഗതം പറഞ്ഞു. പഴയ ചാക്ക് പോലെ നഗരസഭയുടെ വാക്ക്. പുതിയ ബസ് സ്റ്റാൻഡ് റോഡ് നന്നാക്കാമെന്ന വാഗ്ദാനം വാക്കുകളിൽ ഒതുങ്ങി. ഇതിൽ പ്രതിഷേധിച്ച് ബസ് തൊഴിലാളികളും ഉടമസ്ഥരും സമരത്തിലേക്ക്. സമരത്തിന്റെ ഭാഗമായി ശനിയാഴ്ച മുതൽ പുതിയ ബസ് സ്റ്റാൻഡിനകത്തേക്ക് ബസ്സുകൾ കയറില്ലെന്ന് ഓണേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. റോഡിന്റെ ടെൻഡർ നേരത്തെ പൂർത്തിയായെന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിലും പഴയ ചാക്ക് പോലെയാണത്. അധികൃതരുടെ നിലപാടിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച മുതൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ലെന്ന് ഓണേഴ്സ് അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് K. ഗിരീശൻ പറഞ്ഞു. കഴിഞ്ഞ 2 വർഷത്തോളമായി ബസ് സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞ നിലയിലാണുള്ളത്. അകത്തേക്കും പുറത്തേക്കും വരുന്ന 2 വഴികളും പൊട്ടിപ്പൊളിഞ്ഞ് നാളിതുവരെ ഒരു റിപ്പയറും ചെയ്തിട്ടില്ല. നിരവധി തവണ മുനിസിപ്പാലിറ്റിയുമായി ബന്ധപ്പെട്ടപ്പോൾ സുഖകരമായ പ്രസംഗങ്ങളല്ലാത്ത വേറെ ഒന്നും നടക്കാറില്ല. അതുകൊണ്ട് ഞങ്ങൾ ബസ് സ്റ്റാൻഡകത്തേക്ക് പ്രവേശനം നിർത്തിവെക്കുകയാണ് ശനിയാഴ്ച മുതൽ. കഴിഞ്ഞ മാർച്ച് 31 മുമ്പായിട്ട് തീർത്ത് കൊടുക്കേണ്ട ജോലി ഇതുവരെയും നടത്താത്ത മണ്ണും പൂഴിയും കല്ലും ഒക്കെ ഇറക്കിയതല്ലാതെ ഒരു പരിപാടിയും ഇതുവരെ നടത്തിയിട്ടില്ല. അതുകൊണ്ട് തൊഴിലാളികൾ ബസ്സിൽ ജോലി ചെയ്യാൻ തയ്യാറാകുന്നില്ല. യാത്രക്കാരാണെങ്കിൽ 1-2 തവണ യാത്ര ചെയ്യുകയാണ്. തൊഴിലാളികൾ അതിൻ്റെ അകത്ത് നിരന്തരമായി ബസ് സ്റ്റാൻഡ് അകത്തേക്കും പുറത്തേക്കും വരുന്നത് കൊണ്ട് അവർ ജോലി ചെയ്യാനും പോലും തയ്യാറാകുന്നില്ല. ഈ കാരണത്താൽ നമുക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശനം ഞങ്ങൾ നിർത്തിവെക്കുകയാണ്. യാത്രക്കാർക്ക് 1-2 പ്രാവശ്യം മാത്രമേ ബസ് സ്റ്റാൻഡിനകത്ത് കയറേണ്ടതുള്ളൂ. എന്നാൽ തൊഴിലാളികൾക്ക് ഒരു ദിവസം തന്നെ നിരവധി വട്ടം നടുവടിയേണ്ടി വരുന്നു. റോഡ് മാത്രമല്ല, ബസ് സ്റ്റാൻഡും അനാസ്ഥയുടെ അടയാളമാണ്. ലേറ്റ് പോലുമില്ലാത്ത സ്റ്റാൻഡിലേക്ക് യാത്രക്കാർ വരാൻ മടിക്കുന്നതായും ഗിരീഷ് പറഞ്ഞു.
റോഡ് പണി ഉടൻ തീർത്തില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണീർ പാടമായി പാടിയിലെ വെള്ളരിപ്പാടങ്ങൾ. കർഷകരുടെ കണ്ണീർ കഥയാണ് പാടിയിലെ പാടങ്ങൾ പറയുന്നത്. ആവശ്യക്കാരില്ലാത്തത് കാരണം 15 ടണ്ണിലധികം വെള്ളരികളാണ് ഇവിടെ നശിച്ചു പോകുന്നത്. KCN സ്പെഷ്യൽ. ചെർക്കളാപ്പാടിയിൽ വൻതുകകൾ മുടക്കി പാട്ടത്തിനെടുത്ത പാടങ്ങളിൽ കുടുംബശ്രീ പ്രവർത്തകരും പുരുഷ സ്വയം സഹായ സംഘങ്ങളും ചെറുകിട കർഷകരും നടത്തിയ വെള്ളരി കൃഷിയാണിത്. കൃഷിയെ പ്രധാന വരുമാന മാർഗമായി കാണുന്ന ഈ പ്രദേശത്തുള്ളവർ സംഘം തിരിഞ്ഞും വായ്പയെടുത്തുമാണ് 25 ഏക്കറോളം വരുന്ന ഭൂമിയിൽ മാസങ്ങൾക്ക് മുമ്പ് കൃഷി ഇറക്കിയത്. എന്നാൽ വെള്ളരിക്ക് ആവശ്യക്കാരില്ലാത്തതിനാൽ ഇതുവരെയായിട്ടും കർഷകർക്ക് വിളവെടുപ്പ് നടത്തുവാൻ സാധിച്ചിട്ടില്ല. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വ്യാപകമായ രീതിയിൽ പച്ചക്കറി ഉൽപ്പന്നങ്ങൾ തുച്ഛമായ വിലയ്ക്ക് കാസർഗോട്ട് എത്തുന്നതുകൊണ്ടാണ് വ്യാപാരികൾ നാടൻ വെള്ളരിയെ കൈയൊഴിഞ്ഞത്. പല കുടുംബങ്ങളുടെയും സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഈ വെള്ളരി കൃഷിയാണ്. അതുകൊണ്ട് തന്നെ 15 ടണ്ണോളം വരുന്ന ഈ വെള്ളരികൾ വിൽപ്പന നടത്തുവാൻ സാധിച്ചാൽ കർഷകർക്കത് ഏറെ പ്രയോജനം ചെയ്യും. നല്ലോണം അധ്വാനിച്ചിട്ട് ആക്കിയത് വെള്ളരിയെല്ലാം. ഇപ്പോൾ വിലയുമില്ല, വെള്ളരിക്കൊക്കെ ആരും കൊണ്ടുപോകുന്നില്ല, ഒന്നുമില്ല. പിന്നെ വെള്ളരിയെല്ലാം നട്ടിട്ട് എല്ലാം അധ്വാനിച്ചിട്ട് ഇത്ര ആക്കിയിട്ടാകുമ്പോൾ ആയിരിക്കും വേണ്ട. അതൊന്നും എല്ലാം മയിലും അതൊന്നും തിന്നിട്ട് പോകുന്നു. വെയിലെല്ലാം ഉണങ്ങിയിട്ട് പോയി. വിഷുവിന് മുന്തിയ മുരിക്കേണ്ട വെള്ളരി അതൊന്നും സാധിച്ചില്ല. ആർക്കും വേണ്ടാത്തത് കൊണ്ട് വെള്ളരി മുരിക്കാൻ കഴിഞ്ഞിട്ടില്ല. പാട്ടത്തിനെടുത്തിട്ട് ഇങ്ങനെ കൃഷിയെല്ലാം ഇവിടെ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കൃഷി വരുന്ന ഇവിടുന്ന് ഒന്നും തരുന്നില്ല. അതിനെന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കി തരണം ഞങ്ങൾക്ക് ഗവൺമെന്റ്. വേനൽ മഴ ശക്തമായാൽ വെള്ളരികൾ പൂർണ്ണമായും നശിച്ചു പോകുമെന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം വെള്ളരിക്ക വെച്ചാൽ 10-25 ഏക്കർ സ്ഥലത്താണ് ഈ വെള്ളരിക്ക വെച്ചത്. കാരണം എന്ന് വെച്ചാൽ കർണാടകയിൽ നിന്ന് വെള്ളരിക്ക വരുന്നത് കൊണ്ട് 2 രൂപയ്ക്കും 3 രൂപയ്ക്കും അവർ കൊണ്ടുവന്നിട്ട് ഇവിടെ സപ്ലൈ ചെയ്യുന്നു. അതൊക്കെ നമ്മൾ വെള്ളരിക്ക വെച്ചാൽ തീരെ ഇപ്പോൾ ആർക്കും വേണ്ടാത്തൊരു ഇതിനാണില്ല. 10-25 ഏക്കറാണ് ഇവിടെ ഉള്ളത്. വിഷുവിന് മുമ്പ് മുറിക്കേണ്ട വെള്ളരിക്കാണ് ഇതെല്ലാം എന്ന് വെച്ചാൽ ഇപ്പോൾ ഉണങ്ങിയിട്ട് പോയി. ഇനി ഏതാനും ഒരു മഴയും കൂടി വന്നാൽ ഇതിന്റെ ഇത് അസ്തമിച്ചു എന്ന് പറയാം. വെള്ളരി വാങ്ങുന്നതിനായി വ്യാപാരികളെ സമീപിക്കുന്നുണ്ടെങ്കിലും നിരാശയാണ് ഫലം. കൃഷി മൂലമുണ്ടായ സാമ്പത്തിക നഷ്ടത്തിന്റെയും മാസങ്ങളോളം നീണ്ട അധ്വാനം പാഴായതിന്റെയും തീരാവേദനയാണ് ഓരോ കർഷകരുടെയും മുഖത്ത്. നല്ലോണം കഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ നമ്മളെ കൈമന്ന് കുടുംബശ്രീപരമായിട്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടാണ് വെള്ളരി നട്ടുന്നത്. അതിപ്പോൾ ഇങ്ങനെ ചീഞ്ഞിട്ട് പോയാൽ അത് കിട്ടുന്നില്ല. കച്ചവടക്കാരും മാർക്കറ്റ് കൊണ്ടിട്ട് പറയുന്നത് വേണ്ടാന്ന്. കർണാടകത്തുനിന്ന് പിന്നെ വെള്ളരിക്ക ഇഷ്ടം പോലെ വരുന്നു. അത് പിന്നെ ചെറിയ വിലക്ക് കൊടുത്തിട്ട് പോന്ന്. നമ്മളെ വെള്ളരി ഒറ്റ അങ്ങനെ ഉണങ്ങിയിട്ട് പോകുന്നുണ്ട്. വെള്ളരി കൃഷി ആരംഭിക്കുന്നതിന് മുമ്പ് മാർഗനിർദ്ദേശം ആരാഞ്ഞപ്പോൾ കൃഷി ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വെള്ളരിക്ക് ആവശ്യക്കാരെത്താത്ത കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ മുഖം തിരിക്കുന്ന സമീപനമാണ് അധികൃതർ സ്വീകരിച്ചതെന്ന് കർഷകർ പരാതിപ്പെടുന്നു. ഇത് അധികൃതർ കൃഷി വകുപ്പിലെ വരുമ്പോഴോ എവിടെ വരുമ്പോഴോ അവിടെ മുൻപ് ഞങ്ങൾക്ക് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ടായി. എന്താ ഞങ്ങൾക്ക് സഹകരിക്കാമെന്ന്. ഇപ്പൊ പോകുമ്പോൾ കൈമലത്തുന്നു ഒന്നുമില്ല, അങ്ങനത്തെ സ്കീമില്ല ഞങ്ങളിൽ നിന്ന് അവർ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്തായാലും ഒരു അധികൃതർ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ അപേക്ഷ. പുതുതലമുറ കൃഷിക്ക് പുറംതിരിഞ്ഞു നിൽക്കുകയാണെന്ന ആക്ഷേപം അസ്ഥാനത്താണെന്ന് തെളിയിച്ച് നിരവധി പുരുഷ സ്വയം സഹായ സംഘങ്ങളും വെള്ളരി കൃഷി നടത്തിയിരുന്നു. എന്നാൽ ദിവസങ്ങളോളം കഷ്ടപ്പെട്ടിട്ടും വെള്ളരിക്ക് ആവശ്യക്കാരില്ലാത്തത് യുവാക്കളായ കർഷകരുടെ ആത്മവിശ്വാസമാണ് തകർത്തത്. ഇത് ഇവിടെ യുവതികളും യുവാക്കളായ പുതുതലമുറകളാണ് ഈ രംഗത്തേക്ക് ഇപ്പോൾ കൃഷി രംഗത്തേക്ക് കടന്നു വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്ഥിതിയിൽ അടുത്ത പ്രാവശ്യം കാർഷിക രംഗത്തേക്ക് ഒരാളും കടന്നു വരില്ല. ഈ രംഗത്തേക്ക് ഉൽപാദന മേഖല സ്തംഭിക്കും.
കൃഷിയെ പ്രോത്സാഹിപ്പിക്കുവാൻ പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ പാടിയിലെ കർഷകരുടെ വിലാപം കാണേണ്ടതാണ്. കൃഷി ചെയ്ത് ദുരിതത്തിലായ ഈ കർഷകർക്ക് ആശ്വാസം പകരുന്ന നടപടികൾ എത്രയും പെട്ടെന്ന് തന്നെ സർക്കാർ തലത്തിൽ സ്വീകരിക്കേണ്ടതാണ്. 25 ഏക്കറോളം പരന്നുകിടക്കുന്ന ഈ ഭൂമിയിൽ കാണുന്നത് കേവലം വെള്ളരി കൃഷി മാത്രമല്ല, ഇത് പല കുടുംബങ്ങളുടെയും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാർഷിക പാരമ്പര്യം തിരിച്ചുപിടിക്കുവാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നാഴികയ്ക്ക് 40 വട്ടം അധികാരികൾ പറയാറുണ്ട്. എന്നാൽ വാങ്ങിക്കുവാൻ ആളില്ലാതെ നശിച്ചുകൊണ്ടിരിക്കുന്ന 15 ടണ്ണിലധികം വരുന്ന ഈ വെള്ളരി കൃഷി കൃഷിവകുപ്പ് അധികൃതരുടെ അനാസ്ഥയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഈ കൃഷിയിടത്തിലേക്ക് അധികാരികളുടെ കണ്ണ് പതിയും എന്ന് തന്നെ പ്രത്യാശിക്കാം. KCN ന്യൂസിനു വേണ്ടി ബൈജു രാവൺ, കാസർഗോഡ്. അപകടങ്ങൾ അറിഞ്ഞും പഠിച്ചും പുല്ലൂർ പെരിയയിലെ ബാലസഭാ കുട്ടികൾ. ജില്ലാ കുടുംബശ്രീ മിഷൻ, പുല്ലൂർ പെരിയ പഞ്ചായത്ത് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബാലസഭാ പാർലമെന്റാണ് വ്യത്യസ്തത പകർന്നത്. അവകാശങ്ങൾ പഠിച്ചും അറിഞ്ഞും കുട്ടികൾ ബാലപാർലമെന്റിനെ സജീവമാക്കി. പുല്ലൂർ പെരിയയിലെ വിവിധ കുടുംബശ്രീകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 102 കുട്ടികളാണ് ബാലപാർലമെന്റിൽ പങ്കെടുക്കാനെത്തിയത്. അവകാശ നിഷേധങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ പ്രതിരോധത്തിന്റെ ശൃംഖല തീർക്കാനുള്ള വേദി കൂടിയായി ബാലപാർലമെന്റിനെ മാറ്റുകയായിരുന്നു. സിവിൽ പോലീസ് ഓഫീസർ PK രാമകൃഷ്ണൻ, എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ MG രഘുനാഥൻ, JHI മുരളി, ഹെഡ്മാസ്റ്റർ V കുമാരനും കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് വിശദീകരണം നൽകി. പഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ബാലപാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ P രാജേശ്വരി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV കരിയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിമല കുഞ്ഞിക്കണ്ണൻ, പഞ്ചായത്ത് അംഗങ്ങളായ വിനോദ് കുമാർ പള്ളയിൽ വീട്, AV നാരായണൻ, P മാധവൻ, ശോഭന ബാലൻ, ഓമന ജോൺസൺ എന്നിവർ സംസാരിച്ചു. M നാരായണി സ്വാഗതവും K ശകുന്തള നന്ദിയും പറഞ്ഞു. കുഞ്ചത്തൂർ ദേശീയപാതയ്ക്ക് സമീപം മാസ്കോ ഹാളിന് പിൻവശത്തുള്ള വിവാദ ഭൂമിയിൽ ക്ലബ്ബ് കെട്ടിടം സ്ഥാപിക്കാനുള്ള ശ്രമം പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റേ ചെയ്തു. സ്ഥലവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തർക്കം രൂക്ഷമായതോടെയാണ് പഞ്ചായത്ത് സെക്രട്ടറി ഇടപെട്ടത്. കുഞ്ചത്തൂർ ദേശീയപാതയ്ക്ക് സമീപമുള്ള മാസ്കോ ഹാളിന് പിൻവശത്തുള്ള ഭൂമിയിൽ ക്ലബ്ബ് കെട്ടിടം നിർമ്മിക്കുന്നതിന്റെ അനുമതിയാണ് മഞ്ചേശ്വരം പഞ്ചായത്ത് സെക്രട്ടറി ധനഞ്ജയൻ നിഷേധിച്ചത്. നേരത്തെ തന്നെ സ്ഥലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ നിലനിന്നിരുന്നു. സ്ഥലത്തിന്റെ സമീപത്തായി സ്ഥിതി ചെയ്യുന്ന ഭജന മന്ദിരത്തിന്റെ നേതൃത്വത്തിലാണ് ക്ലബ്ബ് കെട്ടിടം നിർമ്മിക്കുന്നത്. എന്നാൽ ക്ലബ്ബ് കെട്ടിടം നിർമ്മിക്കുന്നത് ഒരു വിഭാഗം ചോദ്യം ചെയ്യുകയും പഞ്ചായത്തിൽ പരാതി നൽകുകയുമായിരുന്നു. സർക്കാർ ഭൂമി കൈയടക്കുവാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പഞ്ചായത്ത് സ്ഥലം വിട്ടുകൊടുക്കുവാതിരിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും ഈ വിഭാഗം ആവശ്യപ്പെടുന്നു. തർക്കം രൂക്ഷമായ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറി ധനഞ്ജയൻ നേരിട്ടെത്തി കഴിഞ്ഞ ദിവസം ക്ലബ്ബ് കെട്ടിടത്തിന്റെ നിർമ്മാണാനുമതി നിഷേധിച്ചത്. കണ്ണുതീർത്ത ഉടുപ്പി പേജാവർ മഠമാണ് സ്ഥലം അനുവദിച്ചു തന്നതെന്നും ഭജനമന്ദിരം ഭാരവാഹികൾ വിശദമാക്കുന്നുണ്ട്. സംഭവത്തിൽ വെള്ളിയാഴ്ച രേഖാമൂലമുള്ള അന്വേഷണം നടത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി ധനഞ്ജയൻ ഉറപ്പു നൽകി. ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സ്വാശ്രയ സംസ്കാരം സമ്മേളന പ്രമേയമാക്കി പരിഷത്ത് പ്രവർത്തകർ. മടിക്കൈ ആലയിലെ പാടത്ത് കൃഷിയിറക്കി കൊയ്തെടുത്ത നെല്ലാണ് സംസ്ഥാന സമ്മേളന നഗരിയിൽ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത്. വാക്കിലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് തെളിയിക്കുകയാണ് ജില്ലയിലെ പ്രധാന യൂണിറ്റുകളിലെ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകർ. മലയോരത്ത് മാത്രമല്ല മടിക്കൈ ആലയിലെ പാടത്തും അവർ കൃഷിയിറക്കുകയുണ്ടായി. മെയ് 9 തുടങ്ങുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സമ്മേളന നഗരിയിൽ ഭക്ഷണമൊരുക്കാനാണ് കൊയ്തെടുത്ത നെല്ല് ഉപയോഗിക്കുന്നത്. സമ്മേളന നഗരിയിൽ അരിയെത്തിക്കാൻ കൃഷിയിറക്കുന്നതോടൊപ്പം തരിശിട്ട വയലിൽ കൃഷിയിറക്കാനായതിന്റെ ആഹ്ലാദത്തിലാണ് പരിഷത്ത് പ്രവർത്തകർ. ആലയിലെ 3 ഏക്കർ പാടം കൃഷിയോഗ്യമാക്കാൻ ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ കാഞ്ഞങ്ങാട് യൂണിറ്റിലെ പ്രവർത്തകരാണ് രംഗത്തിറങ്ങിയത്. വിത്ത് വിതയ്ക്കാനും കൃഷിയൊരുക്കാനും പരിഷത്ത് പ്രവർത്തകർ തന്നെ രംഗത്തിറങ്ങുകയായിരുന്നു. കൊയ്തെടുത്ത നെല്ല് പുഴുങ്ങാനായി ആലൈ 1, 2 സ്നേഹ കുടുംബശ്രീകളിലെ പ്രവർത്തകരും രംഗത്തിറങ്ങി. പ്രവർത്തനങ്ങൾക്ക് ബാലകൃഷ്ണൻ, കർത്തമ്പു, കുഞ്ഞമ്പു എന്നിവരും നേതൃത്വം നൽകി. കൊട്ടോടിയിലെയും ആലയിലെയും പാടത്ത് വിളവെടുത്ത അരിയാണ് സമ്മേളന പ്രതിനിധികൾക്ക് ഭക്ഷണമായി എത്തുന്നത്. വാർത്തകൾ ചുരുക്കത്തിൽ. മുഗു സോക്കർ ലീഗ് മെയ് 10 നടക്കും. മുഗു ഫ്ലഡ് സ്റ്റേഡിയത്തിൽ രാത്രി 7 മണി മുതലാണ് മത്സരം. വിവിധ ഫ്രാഞ്ചൈസികൾക്കായി വിവിധ കളിക്കാർ കളത്തിലിറങ്ങും. ബോവിഗാൻ വെൽവിഷർ ക്ലബിന്റെ ആഭിമുഖ്യത്തിലുള്ള ഫുട്ബോൾ പ്രീമിയർ ലീഗ് 11 നടക്കും. മൗലാന അബുൽ കലാം ആസാദ് മിനി സ്റ്റേഡിയത്തിലാണ് മത്സരം.
MES ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗാബ്രിയൽ ഗാർസിയ മാർക്കസ് അനുസ്മരണം സംഘടിപ്പിച്ചു. വിൻസം ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു പരിപാടി. MSF ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചങ്ങാതിക്കൂട്ടം പരിപാടി സംഘടിപ്പിക്കും. MSF ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഗുരുവനം നിത്യാനന്ദാശ്രമത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവം ഈ 2-ന് നടക്കും. പ്രതിഷ്ഠാദിന മഹോത്സവത്തിനായി നിത്യാനന്ദാശ്രമം ഒരുങ്ങിക്കഴിഞ്ഞു. ഗുരുവനം നിത്യാനന്ദാശ്രമത്തിലെ 3ാം വാർഷികോത്സവം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആഘോഷിക്കും. വിപുലമായ ഒരുക്കങ്ങളാണ് നിത്യാനന്ദാശ്രമത്തിൽ നടന്നുവരുന്നത്. ഒരിക്കലും ഉറവറ്റാത്ത പാപനാശിനി തീർത്ഥം ഇവിടുത്തെ പ്രത്യേകതയാണ്. പ്രതിഷ്ഠാദിന മഹോത്സവത്തിന്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു. ഇപ്പോൾ ഈ ക്ഷേത്രത്തിന്റെ കലശം പുതിയ ക്ഷേത്രം കെട്ടിയതിന് ശേഷം ഇപ്പോൾ 2 വർഷമായി. അപ്പോൾ ഈ വർഷം 2ാമത്തെ പ്രതിഷ്ഠാദിനം മെയ് മാസം 2-ാം തീയതി മറ്റന്നാളാണ്. അന്ന് രാവിലെ മുതൽ ഭജന ഉണ്ടാവും. അല്ല ഉച്ചയ്ക്ക് മുഴുവൻ ജനങ്ങൾക്കും ഭക്തജനങ്ങൾക്കും അന്നദാനം ഉണ്ടാവും. ബാക്കി പൂജാതി കർമ്മങ്ങളെല്ലാം ഒരുപോലെ നടക്കും. പ്രതിഷ്ഠാദിന ഉത്സവ പരിപാടികൾക്ക് നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. ഉത്സവത്തിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളും ആശ്രമത്തിൽ പൂർത്തിയായി കഴിഞ്ഞിട്ടുണ്ട്. അവസാനമായി പ്രധാന വാർത്തകൾ വീണ്ടും. കാറടുക്ക കർമ്മന്തോടിയിൽ എൻഡോസൾഫാൻ ദുരിതബാധിതന് ക്രൂരമർദ്ദനം. മർദ്ദനമേറ്റത് കർമ്മന്തോടിയിലെ ഹമീദിന്. കാലിനും മുഖത്തും മുറിവേറ്റ് ഹമീദ് ആസ്പത്രിയിൽ. സമരത്തിന് സേവനത്തിന്റെ മുഖം നൽകി COA. സമരത്തിന്റെ 3ാം ദിനം സെക്രട്ടേറിയറ്റ് മുറ്റം അടിച്ചു വൃത്തിയാക്കി പ്രതിഷേധം. തൊഴിൽ സംരക്ഷണത്തിന്റെയും അവകാശ പോരാട്ടങ്ങളുടെയും ഓർമ്മപ്പെടുത്തലുമായി മെയ് ദിനം. തൊഴിലാളി സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ജില്ലയിൽ നടന്ന റാലികളിലും പൊതുയോഗങ്ങളിലും ആയിരങ്ങൾ പങ്കെടുത്തു. പൊട്ടിപ്പൊളിഞ്ഞ് പുതിയ ബസ് സ്റ്റാൻഡ് റോഡ്. അധികൃതരുടെ വാഗ്ദാനം പാഴ്വാക്കായി. ശനിയാഴ്ച മുതൽ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറില്ല. ആർക്കും വേണ്ടാതെ വെള്ളരി. ഉപജീവനത്തിനായി ചെയ്ത വെള്ളരി കൃഷി വേദനയാകുന്നു. കർഷകരുടെ കണ്ണുനീരിൽ കുതിർന്ന് പാടിയിലെ വെള്ളരിപ്പാടങ്ങൾ. KCN സ്പെഷ്യൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുന്നു. നമസ്കാരം.